ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് ശ്രീപെരുമ്പുത്തൂരാണ്. ശ്രീപെരുമ്പുത്തൂര് നമ്മുടെ രാജീവ് ഗാന്ധിയുടെ സ്മൃതി മണ്ഡപം അത് നമ്മൾ കാണാൻ പോവുകയാണ്. അതൊരു ശ്രീപെരുമ്പുത്തൂരിലെ മെയിൻ ഏരിയ നമ്മൾ കാണേണ്ട സ്ഥലം തന്നെയാണ്. അപ്പം ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്യാണ്. അതുകൊണ്ടൊരു കൂടിപ്പോയൊരു 8 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണാം. ഓക്കെ. ചെന്നൈയിൽ നിന്ന് 40 കിലോമീറ്റർ മാറി ഉള്ളൊരു സ്ഥലമാണ് ശ്രീപെരുമ്പത്തൂർ. ചെന്നൈ ബാംഗ്ലൂർ ദേശീയപാത NH-44 ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ശ്രീപെരുമ്പത്തൂർ ശ്രീ രാമാനുജാര്യൻ വിശിഷ്ടാദ്വൈത വേദാന്തത്തിൻ്റെ സ്ഥാപകൻ ജനിച്ച സ്ഥലമാണ്. അതിനാൽ ഇത് വൈഷ്ണവരുടെ തീർത്ഥസ്ഥലം എന്ന് കണക്കാക്കപ്പെടുന്നു. നമ്മളങ്ങനെ ശ്രീപെരുമ്പത്തൂർ എത്തിയിട്ട് ഇനി അങ്ങോട്ട് കുറച്ച് നടക്കാറുണ്ട്. നമ്മുടെ രാജീവ് ഗാന്ധിയുടെ മെമ്മോറിയൽ പാർക്കിലോട്ട് അങ്ങോട്ടുള്ള യാത്ര കാണാം. അതായത് ഈ വഴി പോകുമ്പോഴാണ് നമ്മൾ ശ്രീപെരുമ്പത്തൂർ ഇതിലോട്ട് പോകുന്നത്. ബസ് സ്റ്റാൻഡ് ടൗൺ ഏരിയയിലോട്ട് പോകുന്നത്. തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു സ്റ്റാച്ചു കൂടെയായിട്ടാണ് നമ്മുടെ പാർക്ക് വരുന്നത്. നമ്മളിപ്പോൾ പാർക്കിൻ്റെ അടുത്ത് എന്തായി ഗൈസ്. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനായ രാജീവ് ഗാന്ധി മെമ്മോറിയൽ പാർക്ക്. അത് ഫ്രണ്ടിൽ കാണുന്നതാണ് പാർക്ക്. അങ്ങനെ നമ്മൾ രാജീവ് ഗാന്ധി മെമ്മോറിയൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ മൊത്തം വർക്കും ചെയ്തിരിക്കുന്നത് ഫുള്ളും സ്റ്റോണും എല്ലാം നല്ല വൃത്തിയായി പണിത് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ സൂക്ഷിക്കുകയാണ്. അപ്പം നമുക്കിവിടെ എൻട്രി എന്ന് പറയുന്നത് നമുക്ക് തികച്ചും സൗജന്യമാണ്. രാവിലെ 8 to 4 വരെയാണ് ഇതിൻ്റെ ടൈമിങ്. നമുക്കിതിൻ്റെ കാഴ്ചകൾ കാണാം. അകത്തെ കാഴ്ചകളും പുറത്തെ കാഴ്ചകളും ഒക്കെ മൊത്തമായിട്ട് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. അങ്ങ് ദൂരെ കാണുന്ന 4 തൂണിൻ്റെ ഇടയ്ക്കാണ് രാജീവ് ഗാന്ധി മെമ്മോറിയൽ. ഇതാണ് പാർക്കിലെ മെയിൻ ഗേറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് വരുമ്പം നമുക്ക് കല്ലിൽ രാജീവ് ഗാന്ധിയുടെ ജനനവും മരണവും മാതാപിതാക്കൾ ആരാണെന്നുള്ള ഒരു വിവരണം ഫുള്ളായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മളത് കണ്ട് കേട്ട് മുന്നോട്ട് പോയി. അതിഭീകരമായ ദേശീയ പതാകയാണ് ഇവിടെ കാണുന്നത്. ഇത് സ്ഥാപിക്കുന്ന മുമ്പ് വരെ ഇതായിരുന്നു ഏറ്റവും വലിയ ദേശീയ പതാക ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. അങ്ങനെ രാജീവ് ഗാന്ധി സ്മൃതി മണ്ഡപത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നമുക്ക് കല്ലിൽ കൊത്തിയ രാജീവ് ഗാന്ധി എ ഹീറോ സെൻറ്റ് എന്നൊരു കല്ലിൽ കൊത്തിയ എഴുത്ത് കാണാം. അന്ന് അവിടെ വെച്ചാണ് മറ്റേ ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞ് അന്നത്തെ നടന്ന കാര്യങ്ങളെല്ലാം ആ കല്ലിൽ കൊത്തി എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ പാർക്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യയിലാണോ അതോ വിദേശ രാജ്യത്ത് നിൽക്കുന്നതാണോ എന്നൊരു ഫീൽ പോലെ തോന്നിക്കും. അത്രയ്ക്ക് പാർക്ക് അതിമനോഹരമായി മെയിൻറ്റെയിൻ ചെയ്താണ് അവിടുത്തെ ക്ലീനേഴ്സ് ആണെങ്കിലും സ്റ്റാഫുകളെല്ലാം അവിടെ പരിപാലിക്കുന്നത്. അവിടെ മൊത്തമായി ഡിഫൻസുകാർ മൊത്തം കവറിങ് ആണ് ആ ഏരിയ മൊത്തം. അതുകൊണ്ട് നമ്മൾ ക്യാമറ കൊണ്ടുപോകുന്നതും എല്ലാം ഒന്ന് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഓക്കെ. രാജീവ് ഗാന്ധിയുടെ ഒരു മനോഹരമായ ചിത്രമാണ് ആ വാളിൽ അവർ വരച്ചിട്ടേക്കുന്നത്. അപ്പോഴാണ് എൻ്റെ കണ്ണ് പെട്ടെന്ന് താഴെയുള്ള ചുവന്ന ആകൃതിയ സ്ഥാനത്തോട്ട് പോകുന്നത്. മെമ്മോറിയലിൻ്റെ ഒരു സ്ഥലത്തായിട്ട് നമുക്കൊരു ചുവന്ന ആകൃതിയ രൂപം കാണാം. അവിടെ വെച്ചാണ് ആ സ്റ്റേജ് പണിതതും രാജീവ് ഗാന്ധി കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ആ ചുമന്ന ടൈലിലൂടെ നടന്ന് വന്ന് അവസാനമായി നിന്നതും ആ സ്പീച്ച് പറയുന്ന സ്ഥലവും കൂടെയാണ് അവിടെ വെച്ചാണ് രാജീവ് ഗാന്ധി നടന്ന ആ ഇൻസിഡൻറ്റ് നടക്കുന്നതും. മെമ്മോറിയലിന് ചുറ്റുമുള്ള തൂണുകൾ പല അർത്ഥങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഓരോ തൂണും ഓരോ പ്രതീകമാണ്. ധർമ്മം, ന്യായം, സത്യം, ത്യാഗം, വിജ്ഞാനം, സമാധാനം, സമൃദ്ധി എന്നിവയാണ് ഈ തൂണുകളുടെ അർത്ഥമാക്കുന്നത്. നമ്മൾ പാർക്കിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്കാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ഇന്ത്യയുടെ റെപ്രസെൻറ്റേഷൻ ആയിട്ടുള്ള റിലീഫ് വാൾ കാണുന്നത്.
അതിൽ തന്നെ നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും മേൽഭാഗം തൊട്ട് താഴെ ഭാഗം വരെ കന്യാകുമാരി വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ ചിത്രരചനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ ടെക്നോളജീസ്, അതിനകത്ത് ഇന്നോവേഷൻസ്, ISROയുടെ വിജയകരമായത്, എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ആ വാളിൽ അവർ ഡ്രോയിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നിങ്ങൾ ശ്രീപെരുമ്പത്തൂരിൽ വരുന്നവയ്ക്കും മസ്റ്റായിട്ടുള്ള കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ രാജീവ് ഗാന്ധി മെമ്മോറിയൽ പാർക്ക്. നിങ്ങൾ ചെന്നൈയിലുള്ളവരാണേലും ഏതെങ്കിലും ഒരു ദിവസം മെനക്കെട്ടാണേലും പോയി കാണേണ്ട സ്ഥലം തന്നെയാണ്. ഓക്കെ, താങ്ക് യു. എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ട്. തപ്പാനെ കടയിലെത്തിരിക്കുകയാണ് ഒരു കരിക്ക് കുടിക്കാൻ. ഇവിടെ ഓപ്പൺ പാർക്കാണ്. ഇത് വന്ന് വൈകുന്നേരം വന്ന് സമയം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. മെയിനായിട്ട് ഈ സ്മൃതി മണ്ഡപം മുമ്പോഴത്തെ രാജീവ് ഗാന്ധിയുടെ ആ ഒരു ഇതേ ഉള്ളൂ. മോണുമെൻ്റായിട്ട് അത് പണിത് ഇപ്പോൾ ഈ കെട്ട് പോലെയാണ് പണിതേക്കുന്നത്. നമുക്ക് അങ്ങനത്തെ കാണാൻ സാധിക്കത്തുള്ളൂ. സൗജന്യം. ഇവിടുത്തെ എൻട്രി ഫീ ഒന്നുമില്ല. നമുക്ക് ഏത് പ്രായക്കാർക്കും കയറാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ക്യാമറ അലോഡല്ല. ബാക്കി സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഇവിടെ ഭയങ്കര സ്ട്രോങ് ആണ്. ഇൻകേസ് നിങ്ങൾക്ക് ക്യാമറ കൊണ്ട് കയറണമെങ്കിൽ നിങ്ങൾ ചെന്നൈയിലുള്ള ഡിഫൻസ് അവരുമായിട്ട് ബന്ധപ്പെടണം. ഡിഫൻസ് അതോറിറ്റിയുമായിട്ട് അവരുടെ ബന്ധപ്പെടണം. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ കണ്ട് അകത്ത് കയറി എല്ലാം കണ്ട് പോകാം. നിങ്ങൾക്ക് സാധനങ്ങൾ ഇവിടെ വെക്കാനായിട്ട് ഒരു സ്ഥലവുമില്ല. അത് നിങ്ങളുടെ ഓൺ റെസ്പോൺസിബിലിറ്റിയാണ് വെക്കാനുള്ളത്. അതേ ഉള്ളൂ. ഇപ്പോഴും തിരക്ക് കുറവാണ്. ഒന്നാമത് വർക്കിംഗ് ഡേയും കൂടെ ആണ്, അതുകൊണ്ടായിരിക്കും തിരക്കില്ലാത്ത. എന്നാലും നിങ്ങൾ വന്ന് കാണുക. ഓക്കെ, ഇനി അടുത്ത വ്ളോഗുമായിട്ട് പിന്നൊരിക്കൽ കാണാം. അതുവരേക്കും ബായ്.